എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കുള്ളതാണ്. ഇതിൽ തുണിയുള്ളത് 1,60 വീതി 36 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇവിടെ ഒരു 1.5 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇറക്കം വേണ്ടത് 23 ഇഞ്ചാണ്. ബോട്ടം മടക്കിയടിക്കാം ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ആം ഹോള് ചെസ്റ്റിൻ്റെ 4/1, ചെസ്റ്റ് 33 അപ്പോൾ 4/1 8.25 വരും. അതിന് 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക, 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ബോഡി ഷേപ്പ് വന്നിട്ട് ഒരു 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 7.5 ഇഞ്ച് വരും. 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ മാർക്ക് ചെയ്യുക, 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ കോളർ വന്നിട്ട് 14 ഇഞ്ചാണ്. അതായത് 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ കഴുത്ത് വണ്ണവും അത് കൂടെ 1 ഇഞ്ച് ചേർത്തിട്ട് 13 ഇഞ്ച് കഴുത്ത് വണ്ണം ആകുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂടെ ചേർക്കും. അങ്ങനെയാണ് ഈ 14 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 5/1 ഭാഗം, അപ്പോൾ 14ൻ്റെ 5/1 ഭാഗം ഏകദേശം 2.25 ഇഞ്ച് വരും. അതിവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഷോൾഡർ 15 ഇഞ്ചാണ്. അതിൻ്റെ 10/1 ഭാഗം നമ്മൾ ഷോൾഡർ ഡൗൺ കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 33 അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 8.25, ഒരു 2.25 ഇഞ്ച് അധികം ഇടുക. ചെറിയ കുട്ടികൾക്കൊക്കെയാണ് 2 ഇഞ്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ 10.5 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 1 ഇഞ്ച് കുറച്ചിട്ടാൽ മതി, 9.5 ഇഞ്ച്. അതായത് 28 വേസ്റ്റ് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ടാൽ കറക്റ്റായിരിക്കും. ഇവിടെ 10.5 തന്നെ കൊടുക്കുക. ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക. ഇവിടെ വന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ആം ഹോൾ വരച്ചെടുക്കാം. അതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് 10 ഇഞ്ച് ഇട്ടാൽ മതി. കര ഒഴിവാക്കാം. കര ഒഴിവാക്കിയിട്ട് 10 ഇഞ്ച് ഇട്ടാൽ മതി. അപ്പോൾ ഈ 10 ഇഞ്ചിൽ ഇതേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് വ്യത്യാസം വരും. അതുപോലെ മുകളിൽ ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുക. കാരണം നമ്മളിതിൽ സെപ്പറേറ്റ് ഷോൾഡർ കൊടുക്കുന്നില്ല. ഇനി ഇവിടെ അതേപോലെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കഴുത്ത് വരയ്ക്കാം. അതിനുശേഷം ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ വീതി തന്നെ ഇവിടെയും കൊടുക്കുക. അതിനുശേഷം ഇതിനൊപ്പം മാർക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റത്തെ ലൈനിനൊപ്പം മാർക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്ക് ആം ഹോൾ വരയ്ക്കാം. ഇതുപോലെ വരച്ചെടുത്താൽ മതി. അതിനുശേഷം അതിനൊപ്പം കട്ട് ചെയ്യുക.
അപ്പോൾ ഇതേപോലെ ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതിങ്ങനെ രണ്ടും കൂടെ മടക്കിയിടുക. സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ മടക്കി അടിക്കുന്നത് 2 ഇഞ്ച് വീതിയിലാണ്. അപ്പോൾ അതിന് തയ്യത്തുമ്പും കൂടി ചേർത്തിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് സ്ലീവിൽ വന്നിട്ട് ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ 2.5 ഇഞ്ച് ഇടുന്നത്. ഇനി ഇവിടെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ്. അത് വന്നിട്ട് ചെസ്റ്റിൻ്റെ 8-1 മൈനസ് 1/2 ഇഞ്ച്. ഇനി ആം ഹോൾ എത്ര വേണമെന്ന് നോക്കാം. ഇവിടെ ഇത്രയും തയ്യത്തുമ്പ് പോവും. ഇതിങ്ങനെ അടിച്ച് വരുമ്പോൾ ഇത് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കിവിടെ വയ്ക്കാം. സ്ലീവിൻ്റെ റൗണ്ട് 11 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. 1 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. കാരണം നമ്മളിവിടെ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓപ്പൺ കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് പോവും. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ചും കൂടെ തയ്യത്തുമ്പ് ഇടുക. അതിനുശേഷം ഇവിടെ നിന്ന് ഷേപ്പ് വരയ്ക്കാം. 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോളർ കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കോളർ ക്യാൻവാസ് എടുക്കുക. പശയുള്ള ഭാഗം ഉൾവശത്തേക്ക് വയ്ക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. ചെറിയ കോളറാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് കോളറാണ്. അപ്പോൾ ഇതിൽ 14 ഇഞ്ച് വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 14 ഇഞ്ചിൻ്റെ 7 ഇഞ്ച് പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബൈൻഡിലുള്ള ഈ മാർക്കിംഗ് ഉണ്ട് ഇവിടെ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കോളർ ഇവിടെ വയ്ക്കുക. ഇവിടെ ഒരു അല്പം കോളർ പോയിന്റ് കൂടുതൽ വയ്ക്കാം. ഇതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കോളർ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ തയ്യത്തുമ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തയ്യത്തുമ്പ് ബൈൻഡിലേക്ക് വരുന്ന മാതിരി കട്ട് ചെയ്തെടുക്കുക. കോളറിൽ തന്നെ തയ്യത്തുമ്പ് വരും. ഇനി ഈ പീസ് വെച്ചിട്ട് കോളർ ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് കൂടെ തയ്ച്ചെടുക്കുക. ഈ കോളർ പോയിന്റിൽ എത്തുമ്പോൾ നൂലിട്ടെടുക്കണം. കോളർ പോയിന്റ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നൂല് ഇതേപോലെ 2 മടക്കായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ വെച്ചിട്ട് സൂചി ഒന്ന് കറക്കിയെടുക്കുക. അതേപോലെ ഈ ഭാഗത്തും നൂലിട്ടെടുക്കുക. അതിനുശേഷം അതേപോലെ ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക.
ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടാം. എന്നിട്ട് ഇത് അടിമറയ്ക്കുക. അതേപോലെ നൂലിട്ട് കഴിഞ്ഞാൽ കോളർ പോയിൻ്റ് കൃത്യമായിട്ട് കിട്ടും. ഇനി ഇതേപോലെ ബാക്ക് വശത്തുനിന്ന് ഈ സൈഡിൽ കൂടെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ചവിട്ടി വീതിയിൽ, അതായത് ഒരു 4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അങ്ങനെ ഈ ബോട്ടത്തിൽ കൂടെയും തയ്ക്കുക. ഇനി ഇവിടെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നൂല് എടുത്ത് മാറ്റാം. ഈ ബൈൻഡ് ഇതിൽ സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുക. അതിനുശേഷം അതേപോലെ ബൈൻഡിൻ്റെ അടിയിലേക്കുള്ള തുണി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. ഇവിടെ ഒന്ന് അല്പം മുകളിലേക്ക് വയ്ക്കുക. കാരണം ഈ ബൈൻഡിൻ്റെ ചെരുവ് അനുസരിച്ച് വയ്ക്കണം. അതേപോലെ 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് അടിമറയ്ക്കാം. ഇതിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇതിലേക്ക് ഈ തയ്യത്തുമ്പോൾ മടക്കുക. അതിനുശേഷം ഇവിടെ മടക്കിയിട്ട് ഇതിങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ പോയിൻ്റ് കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു 4 ഇഞ്ചിലൊരു തയ്യലിടുക. ഇവിടെ ഒരു അറ്റാച്ച് ചെയ്യാനൊരു 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു അടയാളം ഇടുക. ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. ഇവിടെ അതേപോലെ ഈ 2.5 ഇഞ്ചിൽ മടക്കിയെടുക്കുക. അതിനുശേഷം അതേപോലെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒരു 4 ഇഞ്ചിലൊരു തയ്യലിടുക. ഇനി വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് മടക്കുക, അതായത് നല്ല വശത്തേക്ക് മടക്കുക. അതിനുശേഷം അതേപോലെ സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് വി ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് കൂടെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇതുവരേക്കും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് അടിമറിക്കുക. അതിനുശേഷം ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടാം. ഇനി തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. ഇനി ഇതേപോലെ ഈ സ്ലീവ് തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഫ്രണ്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് മടക്കിയെടുക്കുക. അതേപോലെ ഇത് തിരിച്ച് മടക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ചിലൊരു ലോങ് തയ്യലിടുക. ഇത് തന്നെയാണ് ഇതിൻ്റെ പടിയായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഒരു പോയിൻ്റ് കുറവ് വരുന്നുണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അതുപോലെ ഈ ഭാഗത്തും കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട്
ഈ വശത്ത് വയ്ക്കുക. അതായത് ഇതാണ് ഫ്രണ്ട് വശം, ഇവിടെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചാൽ മതി. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് അടിക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സ്ലീവ് റൗണ്ട് 11 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5.5 മാർക്ക് ചെയ്യുക, എന്നിട്ട് തയ്ക്കുക. ഇവിടെ എല്ലാം 1/2 ഇഞ്ച് തയ്യത്തുമ്പേ ഉള്ളൂ. ഈ തയ്യത്തുമ്പ് വന്നിട്ട് സ്ലീവിലേക്കാണ് വരിക. അതേപോലെ 2 സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം നമ്മളൊരു 4 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അടിച്ചെടുക്കാം. ഇനി കോളർ അറ്റാച്ച് ചെയ്യാം. കോളറും അതേപോലെ ഒരു പോയിൻ്റ് കുറവ് വരുന്നുണ്ട്. എപ്പോഴും നമുക്കിത് കോളർ ആം ഹോളെല്ലാം കുറവാണ് വരേണ്ടത്. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. കൂടിപ്പോയാൽ വല്ലാതെ ചുളിവ് വരും. ഇത്രയും കട്ട് ചെയ്താൽ മതി. ഇനി ഇവിടുന്ന് നല്ല വശത്തുനിന്ന് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ബാക്കിൽ ഇതേപോലെ നഖം കൊണ്ട് വരച്ചെടുക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ബൈൻഡിൻ്റെ മുകളിൽ കൂടെ തയ്ച്ച് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതേപോലെ ചുളിവില്ലാതെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലൗസ് തയ്ക്കുന്നതിൽ എളുപ്പത്തിൽ ഷർട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.